ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വണ്ടർലെസ് ചാനൽ. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള തുമ്പിച്ചി കാൽവരി സമുച്ചയം എന്ന വ്യൂ പോയിന്റ് കാണുവാനാണ് പോകുന്നത്. ഇത് ഒരു ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. തൊടുപുഴ പുളിയാൻമല റോഡിൽ അറക്കുളത്ത് നിന്ന് നാടുകാണി ചുരം കയറി 9ാം ഹെയർ പിൻ ബെൻഡ് കഴിയുമ്പോഴാണ് തുമ്പിച്ചി കാൽവരി സമുച്ചയത്തിൽ എത്തിച്ചേരുക. മെയിൻ റോഡിൽ നിന്ന് കുത്തനെയുള്ള ഒരു കയറ്റം കയറിയാൽ മാത്രമേ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കയറി പോകുമ്പോൾ നമുക്ക് കുരിശിന്റെ വഴിയിലെ രൂപങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം. ദുഃഖവെള്ളിയാഴ്ചയും മറ്റ് പ്രധാനപ്പെട്ട സമയങ്ങളിലും ഇവിടെ കുരിശിന്റെ വഴി നടത്താറുണ്ട്. അറക്കുളം പുത്തൻപള്ളിയുടെ കീഴിലാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രിസ്ത്യൻ പിൽഗ്രിമേജ് സെന്ററാണ്. പക്ഷേ ഇവിടെ വരുന്നതിനോ കാഴ്ചകൾ കാണുന്നതിനോ ആർക്കും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ കയറ്റം കയറുമ്പോൾ തന്നെ നമുക്ക് സമീപത്തുള്ള മലനിരകളുടെ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നതാണ്. ഒരു സായാഹ്ന സമയത്താണ് ഞാനിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനു മുമ്പ് ഒരു ഉച്ച സമയത്തും ഞാനിവിടെ വന്നിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നു. അതിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കുറച്ചുകൂടി വ്യക്തമായി കാണാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നടന്ന ഒരു സമതല പ്രദേശത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത്. ദുഃഖവെള്ളിയാഴ്ചയും മറ്റു വിശേഷ ദിവസങ്ങളിലും ഇവിടെ കുർബാന അർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും മറ്റു ബൈബിൾ സംഭവങ്ങളുടെയും ആവിഷ്കരണവും നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രധാന വ്യൂ പോയിന്റ് എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴെ മൂലമറ്റം പട്ടണത്തിന്റെയും ഇലവീഴ പൂഞ്ചിറ മലയുടെയും മലങ്കര ഡാമിന്റെ ജലാശയത്തിന്റെ മനോഹരമായ കാഴ്ചയും കാണാവുന്നതാണ്. സായാഹ്നമായതുകൊണ്ട് തന്നെ നല്ലൊരു സൂര്യാസ്തമനവും നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ താഴെയും കുറച്ച് ബൈബിൾ കഥാവിഷ്കാരങ്ങളുണ്ട്. നമുക്കതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഈശോയുടെ കല്ലറയുടെയും യോന പ്രവാചകനെ സ്രാവ് വിഴുങ്ങിയതിൻ്റെ ആവിഷ്കാരത്തിൻ്റെയും അടുത്താണ്. ഇവിടേക്ക് വരുന്നതിന് വളരെ ഇടുങ്ങിയ വേറൊരു പാത കൂടിയുണ്ട്. അതുകൂടി ഞാനൊന്ന് കാണിക്കാം. അടുത്തതായി നമ്മൾ പിറവി ഗുഹയുടെ അടുത്തേക്ക് പോവുകയാണ്. ഈശോയുടെ ജനനത്തിന്റെ ഒരു ആവിഷ്കാരമാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് വീണ്ടും മുകളിലത്തെ കാഴ്ചയിലേക്ക് തന്നെ പോകാം. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് നാടുകാണി പവിലിയൻ. അവിടെ നിന്നും നമുക്ക് മൂലമറ്റം ടൗണിന്റെ കൂടുതൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റുന്നതാണ്. ആ സ്ഥലത്തിന്റെ കാഴ്ചകളുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു. അതിലേക്കുള്ള വീഡിയോ ലിങ്ക് ഞാൻ മുകളിലുള്ള കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും കണ്ടു നോക്കൂ.
അങ്ങനെ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ വീഡിയോയെ പറ്റിയോ ഈ ചാനലിനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു യാത്രയിൽ കാണാം. അതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.